ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഓഗസ്റ്റ് 27 ആണ്ടുവട്ടത്തിലെ 21-ാം വാരം ബുധൻ. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം നമ്മെ ചിന്തിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ഫരിസേയരെയും നിയമജ്ഞരെയും രൂക്ഷമായി വിമർശിക്കുന്നത്. യേശു പറയുന്നു, നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നുവെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നു. ഇതിലൂടെ യേശു വിമർശിക്കുന്നത് അവരുടെ ബാഹ്യമായ ഭക്തിയെയാണ്. അവർ നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നോൻപെടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ അവരുടെ ഹൃദയം അഹങ്കാരവും സ്വാർത്ഥതയും വെറുപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്ന ഒരു ചോദ്യം കൂടിയാ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് പുറമേയുള്ള പ്രവൃത്തികൾ മാത്രമാണോ, അതോ നമ്മുടെ ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ? നമ്മൾ പള്ളിയിലും പൊതുസ്ഥലങ്ങളിലും ഒരു വ്യക്തിയും വീട്ടിലും സ്വകാര്യ ജീവിതത്തിലും മറ്റൊരു വ്യക്തിയുമാണോ? ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് കബളിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ആരാണെന്ന് ദൈവത്തിന് നന്നായി അറിയാം. വീണ്ടും യേശു അവരോട് ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ പഴയകാല പ്രവാചകന്മാരെ ബഹുമാനിക്കുന്നു, അവരുടെ കല്ലറകൾ മനോഹരമാക്കുന്നു. എല്ലാ പ്രവാചകന്മാരും ആഹ്വാനം ചെയ്തത് നിങ്ങൾ തിന്മയിൽ നിന്ന് അകന്ന് ഒരു ആന്തരിക നവീകരണത്തിന് തയ്യാറാവുക എന്നതാണ്. യഹൂദരിൽ പലരും അതിന് തയ്യാറായില്ല. പിന്നീട് ഇത് തെറ്റായിരുന്നു എന്ന് അവർക്ക് തന്നെ തോന്നിയിരിക്കാം. അതുകൊണ്ടാവാം അതിന് പരിഹാരമായിട്ട് അവർ പ്രവാചകന്മാർക്ക് സ്മാരകങ്ങൾ നിർമ്മിച്ചത്. അതേസമയം അവർ ജീവിച്ചിരുന്ന പ്രവാചകന്മാരെയും യേശുവിനെയും പീഡിപ്പിക്കാനും കൊല്ലാനും ശ്രമിച്ചു. അവരുടെ പൂർവികർ പ്രവാചകന്മാരെ കൊന്നതുപോലെ അവരും അതേ പ്രവൃത്തികൾക്ക് തയ്യാറെടുക്കുകയായിരുന്നു. അവർ മുൻ തലമുറയുടെ തെറ്റുകൾ ആവർത്തിക്കാൻ തയ്യാറാണ്. നമ്മുടെ പൂർവികർ ചെയ്ത നല്ല കാര്യങ്ങളെ ബഹുമാനിക്കുന്നതോടൊപ്പം അവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും അതേ തെറ്റുകൾ ആവർത്തിക്കുന്നവരായി മാറും. വിശുദ്ധ മോനിക്കയുടെ ജീവിതം നമുക്ക് തരുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. മാതാപിതാക്കളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് മക്കളുടെ ശക്തി എന്ന് പറയുന്നത്. എവിടെയാണോ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, അവിടെ നന്മയുടെ പാത തിരഞ്ഞെടുക്കുവാൻ മക്കൾക്ക് കഴിയും. മാതാപിതാക്കളുടെ ജീവിതം മക്കൾക്ക് പ്രാർത്ഥനയുടെ മാതൃകയാവട്ടെ. ഈ സുവിശേഷം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു വെല്ലുവിളി, നമ്മുടെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആഴം നാം പരിശോധിക്കുക. നമ്മുടെ ജീവിതം പുറമേ കാണുന്നത് പോലെയാണോ, അതോ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന പാപങ്ങളും കപടതകളുമുണ്ടോ? നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് തുറന്നു കൊടുക്കാം. അവിടുന്ന് നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ ആന്തരിക ജീവിതവും ബാഹ്യ ജീവിതവും ഒരുപോലെയാക്കാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.